15th we are beginning the classes. Next year ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? Okay. ഇൻഷാല്ലാ. യെസ്, ഓക്കെ. എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് ബ്രേക്ക് ആയി. ഓക്കെ. സോ yes, so what we are planning is actually 15th ആവുമ്പം April 15th we'll be beginning classes. അപ്പം ടെക്സ്റ്റ് ബുക്സ് ഞങ്ങളുടെ അഡ്മിൻ അവിടെ സ്കൂളിൽ നിന്ന് പാരന്റിനെ കോൺടാക്ട് ചെയ്യും. അപ്പം ഏത് അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളത് മാം ഒന്ന് റിപ്ലൈ ചെയ്യണം. അത് ഹസ്ബൻഡ് ആണെങ്കിലും ആർക്കാണ് മെസ്സേജ് വരുന്നത്, ഏത് പാരന്റിനാന്നുള്ള ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നാട്ടിലാണല്ലോ അല്ലെ, നാട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലേക്കുള്ള അഡ്രസ്സ് കൊടുക്കുക. അല്ല തിരിച്ച് എങ്ങനെയാന്നുള്ളത് ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും അഡ്മിൻ കോൺടാക്ട് ചെയ്യും. അതിനനുസരിച്ച് ഫീ ഡീറ്റെയിൽസും കൊറിയർ ഫീയും ഇതെല്ലാം പറയും. അപ്പൊ ഒന്ന് പറയുകയാണെങ്കിൽ April 15th കഴിഞ്ഞ് ഒരു April 2nd വീക്ക് അല്ല ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്സ് എൻഷുർ ചെയ്യണം നമുക്ക് കുട്ടികളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് 15th ക്ലാസ് തുടങ്ങിയാലും ഫസ്റ്റ് വാട്ട് വി ആർ പ്ലാനിങ് കുറച്ചൊരു ആക്ടിവിറ്റി ബേസ്ഡ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നേരെ പഠിത്തത്തിലേക്കല്ല തുടങ്ങുന്നത്. 2 weeks ഒരു ചെറിയൊരു ഓറിയന്റേഷൻ പോലെ കുട്ടികൾ കുറച്ച് ആക്ടിവിറ്റി ബേസ്ഡും grade 2 grade 3 വരുമ്പോഴുള്ള ആ ഒരു കുറച്ചൊരു ഗ്യാപ്പ് എന്തെങ്കിലും അവർക്ക് അറിയില്ല, അങ്ങനെയുള്ള കുറച്ച് പഠിപ്പിക്കൽ ചെറുതായിട്ട് എല്ലാം ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കുമല്ലോ കൂടുതൽ. ആൻഡ് May 1st ആകുമ്പോഴത്തേക്കും വി ആക്ച്വലി വിൽ ബി ബിഗിനിങ്. അപ്പോൾ May 1st മുമ്പായിട്ട് വിൽ എൻഷുർ ദാറ്റ് ദ ചൈൽഡ് ഹാസ് ദ ടെക്സ്റ്റ് ബുക്സ്, ഓൾ ദ ടെക്സ്റ്റ് ബുക്സ്, വർക്ക് ബുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് 2-3 ദിവസത്തിൽ മാമിന് അഡ്മിന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കോൺടാക്ട് വരും, മെസ്സേജ് വരും. ജസ്റ്റ് ലെറ്റ് ദം നോ വിച്ച് അഡ്രസ് യു വാണ്ട് the textbooks to be sent. Okay. പിന്നെ ഇനി അറിയാനുള്ളത് മാമിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫീഡ്ബാക്ക്. ഇപ്പൊ അതിനെ പറ്റി നമുക്ക് എല്ലാ ഫീഡ്ബാക്കും മാഷാഅല്ലാഹ് നല്ലതെല്ലാം. ബട്ട് കെൻ യു ടെൽ us വാട്ട് ഇംപ്രൂവ്മെന്റ് ഡു യു സീ? മേജിൽ വന്നു കഴിഞ്ഞ ശേഷം എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് അയിനിൽ കാണുന്നത്, പേഴ്സണലി ആൻഡ് അക്കാഡമിക്കലി? Academically, സ്വയമുള്ള എല്ലാം I think she can do by herself. She is trying to do by herself. Before I used to help her. Now she don't need that. Okay. So you think she can use this online, I mean Google. She can find things from Google and do by herself. That's better. She became she's good in that sense. She's good, and she's speaking very well. I don't know in school how she was. That teacher also told me that she was like that, always talkative. Now also she's like that. So language also, you think there is an improvement in her language? Yeah. Yes. What any suggestion you have, like teaching practice, എന്തെങ്കിലും മാറ്റം വരുത്തണോ? Anything that you think? You think? Oh, she said no. Okay, I never sit next to her or help her in any class or anything. Then she won't allow also. She said no. She will feel uncomfortable when I am sitting next to her. Right. Because if I am telling something, it is against her. We show something like that. She said no. She don't want. Okay, very good. So she is self-made. That is very nice, actually. That's a very good thing. So Aini, you're happy you're learning, right? Yes. 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 Okay, that's very good. So you're happy with the teaching? Every teacher is good. You think nothing you want to improve right now? Okay, very good. Okay. So I think that will be it, ma'am. Thank you. Inshallah. Looking forward to another year. Okay, Aini. Inshallah, grade 3 le kana. All the details of academic calendar ellam send you. We'll be sending it to you. Okay, before the start of the class. Inshallah. Okay. Okay. Thank you, ma'am. Bye. 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 Bye.